ഇന്നത്തെ കഥ കുട്ടിക്കുരങ്ങനും തന്നാലായത്. കാടിനടുത്തുള്ള ഒരു ഗ്രാമം. അവിടെ വലിയൊരു അത്തിമരമുണ്ട്. അത്തി കായ്ക്കുന്ന കാലമാകുമ്പോൾ അതിൽ നിറയെ കുരങ്ങന്മാരെത്തും. കുരങ്ങന്മാരുടെ ശല്യം കാരണം ആളുകൾക്ക് വീടൊഴിഞ്ഞു പോകാറാണ് പതിവ്. ഒരിക്കൽ അത്തിമരം കായ്ച്ചപ്പോൾ കുരങ്ങന്മാർ തുരത്താൻ നാട്ടുകാർ തീരുമാനിച്ചു. നമുക്ക് മരത്തിന് ചുറ്റും വേലി കെട്ടണം. അവർ മരത്തിന് ചുറ്റും വേലി കെട്ടി കാവലുമിരുന്നു. അത്തിപ്പഴം കഴിക്കാനെത്തിയ കുരങ്ങന്മാർ അത് കണ്ടു. അപകടം, അങ്ങോട്ട് പോവരുത്. എന്നാൽ ചെറുപ്പക്കാരായ കുരങ്ങന്മാർ അത് കേട്ടില്ല. നമുക്ക് രാത്രിയിൽ ചെന്ന് പറിക്കാം. നേരം പാതിരായി. കുരങ്ങന്മാർ ഇനി വരില്ലെന്ന് കരുതി കാവൽക്കാർ ഉറക്കമായി. കുരങ്ങന്മാർ വേലി ചാടിക്കടന്നു. എന്തുണ്ടാവുമെന്നറിയാതെ കുറച്ച് കുരങ്ങന്മാർ കുറ്റിക്കാട്ടിൽ ഒളിച്ചു. ആ കൂട്ടത്തിൽ വീരൻ എന്നൊരു കുരങ്ങനുണ്ടായിരുന്നു. നമുക്കിവിടെ ഒളിക്കാം. അത്തിമരത്തിൽ കയറിയ കുരങ്ങന്മാർ വയറ് നിറയെ അത്തിപ്പഴം കഴിച്ചു. വയറ് നിറഞ്ഞ കുരങ്ങന്മാർ അറിയാതെ ബഹളം വച്ചു. ഇത് കേട്ട് കാവൽക്കാർ ഉണർന്നു. അതാ കുരങ്ങന്മാർ. പേടിച്ചു പോയ കുരങ്ങന്മാർ ഇലകൾക്കിടയിൽ ഒളിച്ചു. നേരം വെളുത്താൽ അവർ താഴെ ഇറങ്ങും. നമുക്ക് കാത്തിരിക്കാം. നാട്ടുകാർ കല്ലും വടിയും കൊണ്ട് കാത്തിരുന്നു. ഇത് കുറ്റിക്കാട്ടിലിരുന്ന വീരൻ കേട്ടു. അവൻ ഒറ്റയ്ക്ക് ഗ്രാമത്തിലേക്ക് ചെന്ന് അവിടെയുള്ള ഒരു വീടിന് മുന്നിൽ വിളക്കെരിയുന്നുണ്ടായിരുന്നു. ഇത് തന്നെ സൂത്രം. വീരൻ വിളക്കെടുത്ത് ആ വീടിന് തീ കൊളുത്തി. അയ്യോ, അതാ വീട് കത്തുന്നു. തീ കണ്ട നാട്ടുകാർ അങ്ങോട്ടോടി. ഈ തക്കത്തിന് കുരങ്ങന്മാർ രക്ഷപ്പെട്ടു. വാ, നമുക്ക് വേഗം പോകാം എന്ന് വീരൻ പറഞ്ഞു. ഒന്നും അറിയാത്തതുപോലെ വീരൻ കാട്ടിലേക്ക് മടങ്ങി. അവസരത്തിനൊത്ത് ഉയരുന്നവനാണ് വിജയം. ഗുഡ് നൈറ്റ്.